കേരളത്തിൽ ദീർഘകാലം പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന ഒരാളാണ് അദ്ദേഹം. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹം പ്രതിപക്ഷമായിരുന്നു. എപ്പോഴും എല്ലാത്തിനോടും കലഹിക്കേണ്ട കാര്യങ്ങളോടെല്ലാം അദ്ദേഹം കലഹിച്ചുകൊണ്ടിരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അദ്ദേഹം വിട്ടുവീഴ്ചകൾ ചെയ്തില്ല, കോംപ്രമൈസ് ചെയ്തില്ല. കേരളത്തിലെ ഭൂമി പ്രശ്നങ്ങളിൽ എല്ലാം അതിശക്തമായ നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം ഒരു പ്രത്യേക വഴിയിലൂടെയാണ് സഞ്ചരിച്ചത്. സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചെയ്യാൻ പറ്റാത്ത വഴികളിലൂടെ, അയാളുടെ പാർട്ടിയുടെ ചട്ടക്കൂടുകൾ മറികടന്നുകൊണ്ടാണ് പ്രവർത്തിച്ചത്. പാർട്ടിയുടെ സമ്മർദ്ദത്തിനൊന്നും കീഴടങ്ങാതെ അദ്ദേഹത്തിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്തു. അതുകൊണ്ടാണ് VSൻ്റെ യാത്ര കേരളത്തിൽ വ്യത്യസ്തമായി കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 2006 മുതൽ 2011 വരെയുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ സർക്കാരിനെതിരായി, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിമാർക്കെതിരായി ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരാളാണ്. VS മന്ത്രിസഭയിലെ 8 മന്ത്രിമാർക്കെതിരായി ആരോപണം ഉന്നയിച്ച ഒരാളാണ്. ഏറ്റവും കൂടുതൽ ആ നിയമസഭാ കാലഘട്ടത്തിൽ അടിയന്തര പ്രമേയങ്ങളെല്ലാം ഉന്നയിച്ച ആളാണ്. പക്ഷെ ചില കാര്യങ്ങൾ പ്രതിപക്ഷം പറയുമ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ അതിനനുകൂലമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നും അദ്ദേഹത്തെ ഓർക്കുന്നത് നമ്മുടെ നെടുമ്പാശ്ശേരി അത്താണി ജംഗ്ഷനിൽ 200 കോടി രൂപ വിലമതിക്കുന്ന ഭൂമി 5.5 കോടി രൂപയ്ക്ക് അന്നത്തെ സർക്കാർ സാന്റിയാഗോ മാർട്ടിന് കൈമാറിയപ്പോൾ അത് നിയമസഭയിൽ അതിശക്തമായി ഉന്നയിച്ചു. അദ്ദേഹം 24 മണിക്കൂറിന് അതിനകത്ത് നടപടിയെടുക്കാൻ വേണ്ടി ഉത്തരവിട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ആരോപണം ഉന്നയിച്ച എൻ്റെ കയ്യിൽ നിന്ന് മുഴുവൻ രേഖകളും വാങ്ങിച്ചു. അദ്ദേഹം അന്നത്തെ ജില്ലാ കളക്ടറോട്, റവന്യൂ സെക്രട്ടറിയെ വിളിച്ചു വരുത്തി ജില്ലാ കളക്ടറോട് ആ ഭൂമി ഏറ്റെടുക്കാൻ പറഞ്ഞു. ദിവസങ്ങൾക്കുള്ളിൽ ആ ഭൂമി, നഷ്ടപ്പെട്ടു പോയ സർക്കാരിൻ്റെ ഭൂമി ഏറ്റെടുത്തു. അവിടെ കുറേ ഭൂമി അവിടെ അഗ്രോ മിഷണറി കോർപ്പറേഷനും ബാക്കി ജുഡീഷ്യൽ അക്കാഡമി നടക്കുന്നത്. സർക്കാരിൻ്റെ കൈവശമാണ് ആ ഭൂമി. 5.5 കോടി രൂപ കൊടുത്താണ് 200 കോടി രൂപയുടെ ഭൂമി. അത് അദ്ദേഹം ഇടപെട്ടു. അതുപോലെ ലോട്ടറി വിവാദം, ഇതര സംസ്ഥാന ലോട്ടറികൾ കേരളത്തെ കൊള്ളയടിക്കുന്നു എന്നുള്ള വിവാദം ഉയർത്തിയപ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്തുണ ആ പ്രതിപക്ഷ ആരോപണങ്ങൾക്കുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പ്രത്യേകമായൊരു ഘട്ടത്തിൽ അതിനെ എൻഡോസ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു 80,000 കോടി രൂപ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഈ സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു വർഷം 20,000 കോടി രൂപ എന്ന്. മാത്രമല്ല, ആ ഒരു ഡിബേറ്റ് ഒരുപക്ഷെ കേരളത്തിൽ നടന്ന, നമുക്ക് ഓർക്കുമ്പോൾ ഒരു ചാരിതാർത്ഥ്യം തോന്നുന്ന ഒരു വലിയ ഡിബേറ്റായിരുന്നു.